നമ്മുടെ റേഷൻ അരി ബിരിയാണി റെഡി. മക്കൾക്കൊന്നും സ്കൂളില്ലാത്ത ദിവസമല്ലേ, അപ്പം ഞാനോർത്തു അവർക്ക് ഇച്ചിരി ബിരിയാണി വെച്ച് കൊടുക്കാം. ബിരിയാണി എന്ന് പറയുമ്പം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചിക്കൻ ബിരിയാണിയോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇച്ചിരി ക്യാരറ്റൊക്കെ അങ്ങനെയെങ്കിലും കഴിക്കട്ടെ. ഇച്ചിരി ക്യാരറ്റും സവാളയും ഇച്ചിരി വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്ന് വെളിച്ചെണ്ണയിൽ വഴറ്റാനിട്ടൊക്കെയാണ്. ഇച്ചിരി നെയ്യ് ഒഴിക്കാൻ നോക്കിയിട്ട് നെയ്യ് പോലും ഇല്ല. നെയ്യ് തീർന്നിട്ട് കുറച്ച് ദിവസമായി. വാങ്ങണമെന്ന് ഓർത്തിട്ട് മറന്നു പോയി, മേടിച്ചില്ല. അപ്പോൾ ഞാനെന്താ വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുകയാണ്. മക്കളിപ്പോൾ കുറേ നാളായിട്ട് സ്കൂളിൽ നിന്ന് ആഹാരം കഴിക്കുന്നത് ഉച്ചയ്ക്ക്. ചില ദിവസം ഭയങ്കര കരച്ചിലായിരിക്കും, ഞാൻ കഴിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഒരാഴ്ചയിൽ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ ഞാൻ എന്തെങ്കിലും കൊടുത്തേക്കും. ബാക്കിയുള്ള ദിവസമൊക്കെ സ്കൂളിൽ നിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ വീട്ടിൽ നിൽക്കുന്ന ദിവസം എന്തെങ്കിലും ഒന്ന് വെറൈറ്റി ആയിട്ട് കൊടുക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ നല്ല റേഷൻ അരിയിട്ട് ബിരിയാണിയാണ് അവർക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയും ഇച്ചിരി മസാലയും ഒക്കെ ഇട്ട് ഇതാ ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മുടെ റേഷൻ അരിയുടെ ചോറ് ഞാൻ അധികം വേകാതെ എടുത്ത് വെച്ചിട്ടുണ്ട്. റേഷൻ അരിയുടെ ചോറ് ഞങ്ങൾ റേഷൻ അരി തന്നെയാണ് എന്നും വയ്ക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇച്ചിരി വേകാതെ എടുത്ത് വെച്ച അരി, അപ്പോൾ അതും കൂടെ ഇതിനകത്തിട്ട് ഉച്ചയ്ക്ക് അവർക്ക് ബിരിയാണിയായിട്ട് കൊടുക്കും. അവർക്കറിയാം കേട്ടോ, അവർക്ക് കണ്ടുപിടിക്കാം അവർ പെട്ടെന്ന്, അമ്മ ഇത് റേഷൻ അരിയല്ലേ എന്ന്. ഇത് കണ്ടോ, നല്ല റേഷൻ അരി ബിരിയാണി റെഡി. ഇതിൽ ഇച്ചിരി നെയ്യും കൂടെ ഉണ്ടായിരുന്നാൽ കൊള്ളാം കേട്ടോ. ഇച്ചിരി നല്ല ടേസ്റ്റായിരിക്കും. പക്ഷേ നെയ്യില്ല, തീർന്നു പോയി. ഇതാണ്ടോ, ഇതുണ്ട് പപ്പടമോ എന്തെങ്കിലും കറി ഇതുവരെ തീരുമാനിച്ചില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഉണ്ടോ, ഇതാണ് നമ്മുടെ ബിരിയാണി.